പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സ്വയം വില കുറച്ച് കാണുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്ന നമ്മുടെ ആത്മവിശ്വാസം കൂടിയാണ്. മറിച്ച് ഞാൻ ഈശ്വരൻ്റെ കയ്യിലെ ഉപകരണമാണ്, അനന്തമായ ശക്തിയുടെ ഉറവിടമാണ് താനെന്നറിഞ്ഞാൽ പിന്നീട് നമുക്ക് ജീവിതത്തിൽ എവിടെയും പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ കഴിയും. കാരണം അവർക്ക് പ്രതിബന്ധങ്ങൾ ഏതും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. കാഴ്ചപ്പാടെന്ന് പറയുന്നത് ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുന്നതല്ല. ബാഹ്യവും ആന്തരികമായി നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദൃഷ്ടിദോഷം അകറ്റുക എന്നതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്ന് പലർക്കും മറ്റുള്ളവർ നന്നാക്കണം, അതിന് വളരെ ജിജ്ഞാസയാണ്. അവർ നന്നായില്ലല്ലോ പറയും. സ്വയം നന്നാകാൻ ശ്രമിക്കില്ല. നമ്മളിലേക്ക് നോക്കിയിട്ട് അവരെ അളക്കാൻ പാടുള്ളൂ. ഒരു വര കണ്ടാൽ ഈ വര ചെറുതെന്ന് പറയണമെങ്കിൽ അതിനേക്കാളും വലിയൊരു വര ആയിരിക്കണം നമ്മൾ. അല്ലാത്തടത്തോളം അത് ചെറുതെന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്, തന്നിലേക്കല്ല നോക്കുന്നത്. മറ്റുള്ളവർ കുറവ് കാണാൻ നോക്കുക, നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും കാണാൻ നമുക്കുള്ള തയ്യാറുമല്ല, അതുകൊണ്ട് സമ്മതിക്കത്തുകയില്ല. ഇത് പറയുമ്പം ഒരു കഥ ഓർക്കാണ്. പ്രസിദ്ധനായ ഒരു നോവൽ എഴുത്തുകാരൻ വ്യത്യസ്തമായൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. 30 ദിവസത്തിനുള്ളിൽ ലൈഫിനെ മാറ്റാനുള്ള വഴി, ഈ രീതിയിലുള്ള ഒരു ബുക്കാണ് അത് എഴുതാൻ തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹം കൂട്ടുകാരോട് സംസാരിച്ചു. പല കൂട്ടുകാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയുള്ളൊരു പുസ്തകം എഴുതി നിങ്ങളുടെ പണം വേസ്റ്റാക്കുന്നത് കഷ്ടമല്ലേ? അതുമാത്രമല്ല, ഇങ്ങനെയുള്ള പുസ്തകമൊന്നും വായിക്കുന്നത് ആൾക്കാർക്ക് അത്ര താല്പര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല, ഈ ചിന്താഗതിയോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം അത് കേട്ടില്ല. പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. എന്നാൽ 1 മാസത്തിനുള്ളിൽ 2 മില്യൺ പുസ്തകം വിറ്റഴിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ എഴുത്തുകാരൻ തന്നെ അതിശയം തോന്നി, അത്ഭുതം. എന്താണ് ഞാൻ കേൾക്കുന്നത്? സാധാരണ എൻ്റെ ബുക്കുകൾ, നോവൽ ബുക്കുകളൊന്നും 5 പോലും വിൽക്കാറില്ല. ഇത് കണ്ടെളിപ്പോൾ ഇത് എഴുത്തുകാരൻ്റെ പുസ്തകം എഴുതി ഏജൻറ്റ് കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഏജൻറ്റിനെ വിളിച്ച് ഉടനെ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഏജൻറ്റ് കൊണ്ടുവന്ന് ആ പുസ്തകം എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തു. ഈ ബുക്ക് ഇത്ര വിൽക്കാൻ കാരണം അത്ര ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണോ എന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ട് ഇടയ്ക്ക് മുമ്പിൽ എഴുതിയിരിക്കുന്ന വാക്ക് വായിച്ച്, ഇതിനകത്തൊരു അക്ഷരത്തെറ്റ് കവർ പേജിൽ തന്നെ കാണുന്നല്ലോ. 30 ദിവസത്തിനുള്ളിൽ വൈഫിനെ മാറ്റാനുള്ള വഴിയെന്ന്, ലൈഫിന് പകരം വൈഫെന്ന് കവറിൽ പ്രിൻ്റ് ചെയ്തു. ഇനി അടിക്കുമ്പോൾ നിങ്ങൾ തിരുത്തി എഴുതി അടിക്കണേ പറഞ്ഞു. ലൈഫിന് പകരം വൈഫെന്ന് എഴുതി നേരത്തെ അടിച്ചു, തിരിച്ച് ലൈഫെന്ന് എഴുതി അടിച്ചു വിൽക്കാനെ വിട്ടു. പക്ഷെ അത്ര ബുക്ക് വിറ്റില്ല. ഇതുപോലെയാണ് നമ്മൾ. എല്ലാ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ മാറണമെന്ന്, ഭാര്യമാർക്ക് ഭർത്താവ് മാറണമെന്ന്. അപ്പോൾ സ്വയം നന്നാകാൻ ആരും ശ്രമിക്കുകയില്ല, അവനവനിലേക്ക് തിരുത്താൻ ശ്രമിക്കുകയില്ല. ഈ ഒരു ഭാവത്തിലാണ് നമ്മൾ ലോകത്തെയും വസ്തുക്കളെയും ഒക്കെ കണ്ട് ബന്ധിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കുള്ള മനഃശക്തി നഷ്ടപ്പെടുന്നു. നമ്മളിലേക്ക് ഉണരാനും സാധിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരെയും പഴിച്ച് സ്വയം ശപിച്ച് നീങ്ങാണ് ചെയ്യുന്നത്. ആധ്യാത്മികശാസ്ത്രം നമ്മളെപ്പോഴും പഠിപ്പിക്കുന്ന ഈ പരാശക്തി കത്തേണ്ട മെഴുകുതിരിയല്ല, സ്വയം ജ്വലിക്കേണ്ട സൂര്യനാണ്. നീ പൂച്ചക്കുട്ടിയല്ല ഞാവോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ, നീ സിംഹക്കുട്ടിയാണ്. സൂര്യന് മെഴുകുതിരിയുടെ ആവശ്യമില്ല, ഈശ്വരൻ നമ്മുടെ ഒന്നും ആവശ്യമില്ല. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ബോധത്തെ ഉണർത്തി നിൻ്റെ പാതയിലെ വെളിച്ചവും നിൻ്റെ പാതയിൽ ഇട്ട് നീ തന്നെയാണ്. ആ ഒരു ഭാവത്തിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഉണരാനും ഉയരാനും സ്വീകരിക്കാനുള്ള മനഃശക്തി കിട്ടുകയുള്ളൂ. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് പോലെയാണ് ഈ വിശ്വം. ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. ഈ വിശ്വത്തിനും ഇതിലെ സകല ജീവികൾക്കും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. 4 പേര് പിടിച്ചു നിൽക്കുന്ന ഒരു വലയുടെ കോണിൽ
ചലനമുണ്ടായാൽ അതിൻ്റെ തരങ്ങൾ വലയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഫലിക്കുന്നത് പോലെ നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും മനുഷ്യൻ ഒറ്റയായും കൂട്ടമായും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വിഷമാകുന്ന വലയുടെ കോണിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം എപ്പോഴും എടുത്തെടുക്കും, നമ്മൾ ഒറ്റപ്പെട്ട ദ്വീപല്ല, ഒരു ശൃംഖലയുടെ കണ്ണിയാണ്. അവർ നന്നായി നമ്മൾ നന്നാകാൻ നടക്കില്ല. അവർ നന്നായാലും നമ്മൾ നന്നായാലും അവരിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും മക്കളെ നിന്ന് എടുത്തിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ നിയമം ലംഘിക്കാൻ ആരാലും സാധ്യമല്ല. അവിടെ മനുഷ്യൻ്റെ നിയമം തകർക്കപ്പെടുക തന്നെ ചെയ്യും. എനിക്ക് ആകർഷണ സിദ്ധാന്തത്തിൽ വിശ്വാസമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരാളൊരു കെട്ടിടത്തിൻ്റെ 10ാം നിലയിൽ നിന്ന് എടുത്തു ചാടിയാൽ അയാൾക്ക് ഭൂമിയുടെ ആകർഷണ ശക്തിയെ തകർക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതിന് പകരം സ്വന്തം കയ്യോ കാലോ ഓടി. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമുക്ക് എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരും. അത് പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ വികാരജീവിയാണോ വിചാരജീവിയാണോ നമ്മുടെ കയ്യിലാണ്. നമ്മൾ വികാരജീവി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ചിന്ത വന്നാൽ കൂടെ അത് വാക്കായിട്ട് പുറത്ത് വരും. ഉള്ളിൽ ദേഷ്യം തോന്നി അതങ്ങ് വാക്കായിട്ടോ അല്ലെങ്കിൽ അടിയായിട്ടോ ഒക്കെ പുറത്ത് വരും പ്രവൃത്തിയായി. കാരണം ചിന്തയുടെയും വാക്കിൻ്റെ ഇടയ്ക്ക് വിടവില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ കാണാൻ സാധിക്കുന്ന ആ വിടവാണ് വെളിച്ചം. നമ്മളെ കാണാനുള്ള വെളിച്ചം, നമ്മളെ കാണാനുള്ള കണ്ണാടി, നമ്മളിലേക്ക് നോക്കാനുള്ള ലൈറ്റ്, ആ വിടവാണ്. ആ വിടവില്ലാത്തതുകൊണ്ട് ആ വികാരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല.
ചിത്ത
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. When you gave an example of a mother and child, so you told you're the reason for everything. So as a leader, yeah, we are supposed to take up responsibilities. But if I keep on saying I'm the reason for everything, then how will I find the root cause of the problem? That itself is the way. That itself is the way. I'm the root cause. That's not something superficial. You are asking yourself. It's an inner inquiry. Am I the reason? So, without blaming someone else, every single human being is supposed to ask this question. Did I commit any mistake? Because everything comes within you, not from outside. Suppose you go away from here to the Himalayas hoping that you will find more peace. Will you be at peace? Will you be at peace? You are changing the situation. But your mind is coming along with you. Correct? You are carrying the same mind to the Himalayas. And you are going to fight with the same mind there. So where is the cause? Is the external circumstance the cause? Come on, tell me. No, but you just mentioned that you are the reason, right? But how is that possible again? I didn't get my doubt cleared. I said you are the source. You are the source of everything. That's what I said. No, but if there is a problem that's happening, how am I the source for it? Oh, how are you the source? For every problem that's happening. Because the way you look at it. The way you look at it. Suppose something goes wrong in your office, for example. You can, certainly find fault with your colleagues, your co-workers, your boss. But what will happen? You will lose the time and energy to correct that situation by blaming others. So instead of that, if you try to correct your perspective, the way you look at that particular situation, it will help. You find your weakness, you find your limitation, ask yourself. Because if you're going to fight with every single situation, it is endless. Wherever you go, problems will be there. So rather than correcting the outside situation, it's better to correct the mind, the perspective. Thank you so much. Did you understand what I said? No, you did not. I thought so. The point is, again, if I correct my perspective, it is only my perspective that is changing, but not the problem, right? The problem is not changing. The problem is the same still. No. Where is the problem changing? The problem is in your mind. Because only by changing you can change the problem. It's not about changing my perspective. The problem is not solved yet. Can you give me an example? Okay, the same example that you gave, in the office, there is a problem. So there is some official problem that's in the office. So if I take up the responsibility and if I change my perspective, how is the problem solving? Problem may not get solved. It will still exist.
But you will be at peace. If you change the way you look at it, you will be at peace. The problem will still be there. You can never correct any situation in this world. Can you correct any situation in this world? You cannot change outside situations. You can only change inside the mind, the way you look at it. So that problem won't trouble you. The problem won't trouble you. That's most important. If this is the case, how will youth solve the problems in India, Swamiji? Only we should change the perspective. Are and you keep the problems. here to solve all problems? Yes, Swamiji. As a youth, Yes, future is, we are supposed to solve the problem. No, right? no, you cannot. You cannot solve any outside situation. You cannot change the world. Can you stop wars? Can you stop poverty? Can you stop cunningness of people? Can you stop people from being selfish? We should stop. Swamiji. Wait. Can you stop people being selfish? Can you stop multinationals from exploiting people? Can you stop your own parents advising you, controlling you? Can you stop your own wife from saying things to you, blaming you? Can you stop anything? You can, but only if you change. So again, you're telling if you change, then they can solve the problem. I will give you Amma's example. Amma changed her perspective. And she's, of course, solving problems. Problems of people. If you take a closer look at Amma's life, so many people's lives have changed because Amma changed. Krishna changed, so to speak. Or Rama changed. Even after 5,000 years, people are still worshipping him. People are still following his teachings, trying to practice what he taught. So where did the change happen? Are you familiar with the Mahabharata, Bhagavad Gita? Yes. And Arjuna had to face a situation, the war. Okay? The war. But Krishna did not change the situation. The problem still existed. But Krishna helped Arjuna to change his perspective. The way he looked at the war. Because the war was not created by him. He did not want the war to happen. He and his brothers, the Pandavas, they wanted to resolve the situation. And Krishna helped them to resolve the situation. He even became an emissary of the Pandavas. He went and begged to the Kauravas. Let there be peace. Give them what they deserve. Their right. Their kingdom back. Or at least 5 houses. 5 towns. 1 house. But what did Duryodhana say? He said, nothing doing. The gods have made me like this. I cannot be at peace with the Pandavas. You can only be at peace with yourself. And once you are at peace with yourself, you may also help others. If you are not at peace with yourself, you can neither help you nor others. That's how you resolve the problem.